ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീത് എന്നാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മളുടെ ടൂളിൻ്റെ കുറച്ച് എൻട്രി മെത്തേഡ്സിനെ കുറിച്ചാണ്. ഓക്കെ ഓക്കെ നിങ്ങൾക്കറിയാം നമ്മളുടെ ടൂളിനകത്ത് സിസ്റ്റം ബേസ്ഡ് ആയിട്ട് വരുന്ന 4 എൻട്രീസ് ഉണ്ട്. ഓക്കെ, ബാലൻസ്ഡ് എൻട്രി ഉണ്ട്, ഫാസ്റ്റ് എൻട്രി, സ്കാൽപ്പിംഗ് എൻട്രി. ഇത് മൂന്നെണ്ണം നമുക്ക് ഇൻട്രാഡേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അതല്ലാതെ നമ്മൾ ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള ഡെയിലി അല്ലെങ്കിൽ വീക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ടുള്ള സ്റ്റോക്കുകളെയും കാര്യങ്ങളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഈ ഒരു ടൂൾ നിങ്ങൾക്ക് എല്ലാ സെഗ്മെൻറ്റ്സിലും വർക്കാവും അല്ലെങ്കിൽ എല്ലാ സിമ്പിൾസിലും വർക്കാവും. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ആദ്യം ടോപ്പ് ഡൗൺ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓവർവ്യൂ പ്രോപ്പറായിട്ട് നിലനിൽക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ വരുന്ന എൻട്രീസിനെ മാത്രം എടുത്ത് പോയാലും മതിയാവും. ഓക്കെ, അല്ലാതെ നോർമലി നിങ്ങൾ ട്രെൻഡിന് എഗനിസ്റ്റായിട്ട് ചെയ്യാനുള്ള ട്രേഡ് ചെയ്യാനുള്ള ചാൻസ് കുറവാകും. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ടോപ്പ് ഡൗൺ അനലൈസ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഞാൻ ആദ്യം BTCയിൽ കാണിക്കാം, അതുപോലെ തന്നെ ഗോൾഡിൽ കാണിക്കാം, പിന്നെ യൂറോ USD ഫോറക്സിൽ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡ് ഫോറക്സിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടൈം ഫ്രെയിം ആയിട്ട് നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിനാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 അവേഴ്സിനെയാണ്. ഓക്കെ, ഇതിന് താഴേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ബട്ട് ഇപ്പം നിങ്ങൾ 4 അവേഴ്സിൽ ചെയ്യുക. നിങ്ങൾ കുറേ ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടൂളിൻ്റെ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് സ്റ്റൈലും പൾസും ഒക്കെ മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈവൻ 30 മിനിറ്റും 1 അവർ 2 അവർ ഒക്കെ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ബിറ്റ് കോയിൻ്റെ ചാർട്ടാണ്, 4 അവർ ടൈം ഫ്രെയിം ആണ്. ഓക്കെ, ഇതിൽ ഞാൻ സെറ്റിങ്സ് ഓൺ ആക്കിയിരിക്കുന്നത് നിങ്ങൾ നോക്കിയേക്കുക. ഇതുണ്ടോ, ഓട്ടോ പൈലറ്റ് മോഡിൽ ഫാസ്റ്റ് എൻട്രി ആണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ ഇടേണ്ടത്. നോർമലി ബാലൻസ്ഡ് എൻട്രി ഹയർ ടൈം ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ എൻട്രി ലേറ്റ് ആവും. സോ നിങ്ങൾ ഫാസ്റ്റ് എൻട്രി തന്നെ ഇടുക. ഹയർ ടൈം ഫ്രെയിം അതായത് 15 മിനിറ്റിൻ്റെ മുകളിലേക്കുള്ള എൻട്രി മോഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഫാസ്റ്റ് എൻട്രി ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ബട്ട് നിങ്ങൾ മെയിൻ ട്രെൻഡ് ഏതാണെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഫാസ്റ്റ് എൻട്രി ഇട്ടു. ദെൻ ഇത് കണ്ടോ, ബേസ് സ്ട്രക്ചറിൽ പോയിട്ട് അഗ്രസീവ് മോഡ് തന്നെയാണ് ഓൺ ആക്കി ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫൻസീവ് മോഡും ഇടാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഡിഫൻസീവ് മോഡ് ഞാൻ ഇട്ടേക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റാർലൈൻ സപ്പോർട്ട് വേവ്, ദെൻ സ്റ്റോപ്പ് ലോസ് ഓർഡർ. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ ഇതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതുണ്ടോ, എനേബിൾ SMCയിൽ പോയിട്ട് ജസ്റ്റ് MS, അതായത് മാർക്കറ്റ് ഷിഫ്റ്റ് തരുന്ന എവിടെയാണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, BS വേണ്ട. BS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് പ്രധാനമായിട്ടും മാർക്കറ്റ് എവിടെ നിന്നാണ് തിരിയുന്നത്, മാർക്കറ്റ് ഷിഫ്റ്റിംഗ് എവിടെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി MS ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടേക്കുക. അതുപോലെ തന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതുണ്ട്, OBയും കൂടെ ജസ്റ്റ് ഓൺ ആക്കുക. ഞാനിപ്പോൾ അത് ഓൺ ആക്കുന്നില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓൺ ആക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് HTF വേണമെങ്കിൽ ഓൺ ആക്കാം. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ചെയ്യുമ്പം ബ്രോഡർ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി HTF ഓൺ ആക്കാറുണ്ട്. നോർമലി 15-30 ആണ് അതിൻ്റെ പാരാമീറ്റേഴ്സ്. ഓക്കെ, അതല്ലാതെ ഇത് IHSD സോണാണ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിഡൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഓൺ ആക്കിയിരിക്കുന്നത്. ഇവിടെ ഞാൻ നമ്മൾ യെല്ലോ ക്യാൻഡിൽ വരുമല്ലോ MTL, അത് ജസ്റ്റ് ഓഫ് ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾ മാനുവലി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, MTLലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ ബൈ അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് നമുക്കൊരു ടോപ്പ് ഡൗൺ അനാലിസിസ് എങ്ങനെ ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ ഈ 2 വാല്യൂസ് അൺചെക്ക് ചെയ്തേക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ട്രെൻഡി ആയിട്ടുള്ള മാർക്കറ്റിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ 50-50 ചാൻസ് ഉള്ള ഏരിയയിൽ നമുക്കൊരു ഗ്രേ കളറാണ് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MTLനകത്ത്, അതായത് മൈനർ ആൻഡ് മേജറിനകത്ത് ഏത് MTLനാണ് പവർ കൂടുതൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നോർമലി ചോദിക്കാറുണ്ട്. നമ്മൾ അങ്ങനെയല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഇത് ആക്ച്വലി രണ്ടും സെയിം പവർ തന്നെയാണ്. ഇത് ഏത് ഏരിയയിൽ വരുന്നു, എങ്ങനെ അവിടെ പ്രൈസിൻ്റെ ബിഹേവിയർ നടക്കുന്നു, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോർമലി ഇത് രണ്ടും സെയിം പവർ തന്നെയാണ് നമുക്കത് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇത് 50-50 ഏരിയ ആണ്. അതായത് മെയിൻ ട്രെൻഡ് പോസിറ്റീവാണ്, ബട്ട് മിഡിൽ MTL നെഗറ്റീവായി. സോ ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും പ്രൈസിന് മൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് ബ്രേക്ക് ചെയ്ത് പോരാം,
അല്ലെങ്കിൽ ഇവിടെ നിന്ന് മുകളിലേക്കും പോരാം. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു ഗ്രേ കളർ, അതായത് നമുക്ക് വിഷ്വലി പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ആ ഒരു കളർ അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈവൻ ക്യാൻഡിൽസും ഈ കളറിൽ ഇവിടെ കൊണ്ടുവരാം. അതായത് ഈ ഗ്രേ കളറിൽ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാൻഡിലും ഗ്രേ കളറായിട്ട് കാണിക്കും. ബാക്കി ഈ ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് ബാക്കി ക്യാൻഡിലിൻ്റെ കളർ കാണിക്കും. അതിന് ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഓൾറെഡി. ഇതുണ്ടോ, ഇവിടെ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 4 hours നമുക്ക് ബ്ലൂ ക്യാൻഡിൽ കാണാൻ സാധിക്കും അല്ലേ. ഇവിടെ ഒരു ബ്ലൂ ക്യാൻഡിൽ വന്നു, ഇവിടെ ഒരു ബ്ലൂ ക്യാൻഡിൽ വന്നു, ദെൻ ഇവിടെയാണ് ഇപ്പോൾ ഒരു ബ്ലൂ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഓവറോൾ ആയിട്ടുള്ള ട്രെൻഡ് ബയാസ് ആണ് ആ ഒരു ക്യാൻഡിൽ നമുക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഫോറക്സിലും അതുപോലെ ഗോൾഡിലും ബിറ്റ് കോയിനിലും മാത്രം 4 hours ചാർട്ട് നോക്കിയാൽ മതി. ബാക്കി നമ്മളുടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ആണെങ്കിൽ അതിന് താഴോട്ടുള്ള 1 hour 15 minute ഒക്കെ നോക്കാം, അത് ഞാൻ പറയാം. അപ്പം നമ്മളിവിടെ നമ്മളുടെ ട്രെൻഡ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതാണ് മെയിൻ കൺസെപ്റ്റ്. ഓക്കെ, ആ ട്രെൻഡ് വൺസ് ഐഡൻറ്റിഫൈ ആയി കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ട്രേഡും ആ ട്രെൻഡിൻ്റെ ഡയറക്ഷനിലേക്ക് മാത്രം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലിയർ അല്ലേ? അതായത് നമുക്കിവിടെ ഒരു ബ്ലൂ ക്യാൻഡിൽ വന്നിട്ടുണ്ട് അല്ലേ. അതിന് മുമ്പ് നമുക്കിവിടെ ഒരു സെൽ ബ്ലൂ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതായത് സെല്ലാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇത് സെല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 15 മിനിറ്റിൽ പോയിട്ട് അവിടെ നമുക്ക് സെല്ല് വരുന്നുണ്ടോ ഇല്ലയോ നോക്കണം. അല്ലെങ്കിൽ 5 മിനിറ്റിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് സെല്ല് വരുന്നുണ്ടോ ഇല്ലയോ നോക്കിയാൽ മാത്രം മതി. ഇത്ര ഉള്ള അതിൻ്റെ കൺസെപ്റ്റ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ ക്യാൻഡിൽ ഏകദേശം മെയ് 7 വന്നിട്ടുള്ളത്, 2025. ഓക്കെ, അപ്പം ഇത് വൺസ് നമുക്ക് വന്നു കഴിയുമ്പോൾ ഇതാണ് നമുക്ക് എൻട്രി ക്യാൻഡിൽ വരുന്നത്. ഡയറക്റ്റായിട്ട് നമ്മൾ ഇവിടെയല്ല എൻട്രി എടുക്കേണ്ടത്. നമ്മൾ നേരെ അത് വന്നു കഴിയുമ്പോൾ നേരെ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോവുക. 5 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ 3 മിനിറ്റോ ഈവൻ 1 മിനിറ്റിൽ വരെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. 1 മിനിറ്റ് യൂസ് ചെയ്യുമ്പോൾ 1 മിനിറ്റിൻ്റെ എം ഡി എല്ലിനകത്ത് കയറുന്നു, 1 മിനിറ്റിൻ്റെ എം ഡി എല്ലിന് ഓപ്പോസിറ്റ് വരുമ്പോൾ തന്നെ ഇറങ്ങുന്നു. അപ്പോൾ അവിടെ ചെറിയ സ്റ്റോപ്പ് ലോസും ചെറിയ ടാർഗറ്റ്സും ആയിരിക്കും വരുന്നത്. അത്രയുള്ള വ്യത്യാസങ്ങൾ. നോർമലി നമുക്ക് ഈ ഒരു ട്രെൻഡിൻ്റെ ഡയറക്ഷനിൽ നമുക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചെറിയ ടൈം ഫ്രെയിമിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, ചെറിയ ടൈം ഫ്രെയിമിനകത്ത് ബുള്ളിഷും ബിയറിഷും ആയിട്ടുള്ള കുറേ മൂവ്മെൻറ്റ്സ് വരും. ഓക്കെ, ഇതിലെല്ലാം നമ്മൾ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ വട്ട് പിടിക്കും. അതേസമയം ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഒരു ട്രെൻഡ് ആണെങ്കിൽ നേരെ അത് സ്റ്റഡി ആയിട്ട് മുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കുമ്പോഴും ഈ പുൾ ബാക്കിൽ, അതായത് മുകളിൽ നിന്നുള്ള സെല്ല് പ്രിഫർ ചെയ്യാതെ താഴെ നിന്നുള്ള ബൗൺസ് ബാക്കുകൾ വേണം മുകളിലോട്ട് എടുത്ത് പോകാൻ വേണ്ടി. ഓക്കെ, അതിനാണ് എപ്പോഴും മൂവ്മെൻറ്റ് കൂടുതലും, അതിലായിരിക്കും കൂടുതൽ പവർ. അതായത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് വളരെ പ്രഷർ ആയിട്ട് പതുക്കെ ആയിരിക്കും വരുന്നത്, പക്ഷേ ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നത് സ്പീഡിലായിരിക്കും. ഓക്കെ, അത് ആ മീൻ റിവേർഷൻ തിയറിയൊക്കെ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് ക്ലിയർ ആവും നിങ്ങൾക്കത്. ഓക്കെ, അപ്പം ഇപ്പം ബിറ്റ് കോയിൻ്റെ ഈ ഒരു സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 23 നമുക്ക് സെല്ല് എൻട്രി അല്ലെങ്കിൽ സെൽ ബയാസ് അല്ലെങ്കിൽ സെൽ സൈഡിലേക്കുള്ള ഒരു ട്രെൻഡ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അല്ലേ. അതിൻ്റെ റീസൺ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് മിഡിൽ എം ടി എൽ നെഗറ്റീവായി, അതുപോലെ സ്റ്റാർ ലൈനും നെഗറ്റീവാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴത്തെ എം ടി എൽ പോസിറ്റീവാണ്, മുകളിലത്തെ എം ടി എൽ നെഗറ്റീവാണ്. നോ ഇഷ്യൂ, നമുക്ക് താഴത്തെ എം ടി എല്ലിൽ നേരെ ബൈ പോകണമെന്നൊന്നും ഇല്ല. ഓവറോൾ ആയിട്ടുള്ള മാർക്കറ്റിനെ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നോക്കിക്കുക, ഒരു ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്, ഒരു MS വന്ന് കിടക്കുവാണ്, കണ്ടില്ലേ? ഇതുണ്ടോ, മാർക്കറ്റ് ഷിഫ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് ഷിഫ്റ്റിംഗ് തന്നു കഴിഞ്ഞാൽ നോർമലി ഇത് ഇവിടെ ആയിരിക്കും ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരിക്കുക അല്ലേ. ഇവിടെ ആയിരിക്കും ഓർഡർ ബ്ലോക്ക് കാണുക. പ്രൈസ് ഓർഡർ ബ്ലോക്ക് വരെ പോയിട്ടില്ല, നമ്മുടെ ഈ മിഡിൽ എം ടി എല്ലിൽ നിന്ന് തന്നെ റിജക്ഷൻ എടുത്ത് താഴേക്ക് പോകുന്നു അല്ലേ. അതിന് ഉള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇതിനിടയിൽ ഒരു ചെറിയൊരു FEG ഗ്യാപ്പ് കിടപ്പുണ്ട്. ഓക്കെ, അതിലേക്കും വന്നിട്ടില്ല ആക്ച്വലി. അപ്പം നോർമലി SMC ഒക്കെ നോക്കിയിരിക്കുന്നവർക്ക് ഈ എൻട്രി കിട്ടിക്കാണത്തില്ല നോർമലി ഈ ഒരു സെല്ല്. ഓക്കെ, ബട്ട് MTL ഇവിടെ നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി ഇനീഷ്യേറ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്നാണ് മെയ് 23. അപ്പം ഞാൻ മെയ് 23 മുകളിൽ ജസ്റ്റ് ഒരു ലൈൻ വരച്ചു, എന്നിട്ട് നേരെ 15 മിനിറ്റിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 15 മിനിറ്റിൽ പിന്നെ എവിടെയാണോ നെഗറ്റീവ് എൻട്രി കാണിക്കുന്നത് അത് നമുക്ക് നേരെ എടുത്തു പോരാം. നോർമലി 15 മിനിറ്റിൽ നമുക്ക് MTL ഉണ്ട് ഓൾറെഡി. MTLൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് നോർമലി എടുക്കാം. ഇത് യെല്ലോ ക്യാൻഡിലാണ് കേട്ടോ. യെല്ലോ ക്യാൻഡിൽ നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ യെല്ലോ ക്യാൻഡിലാണ്. അപ്പം നമ്മളുടെ ഓവറോൾ ആയിട്ടുള്ള ട്രെൻഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങോട്ടാണ്? നെഗറ്റീവാണ്.
അപ്പോൾ അതിനനുസരിച്ച് 15 മിനിറ്റിൻ്റെ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് സെൽ സൈഡിലേക്കുള്ള വന്നിട്ടുണ്ട്. അഗെയിൻ ബ്ലൂ ക്യാൻഡിൽ ഒരു എൻട്രി കിട്ടി. ആ എൻട്രി ആരെയാണ് പിടിക്കേണ്ടത്? ഈ താഴെ കിടക്കുന്ന SL ഓർഡേഴ്സിനെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെയും സെയിം ആണ്. ഇതുണ്ട്, ഇവിടെ നിങ്ങൾക്ക് വീണ്ടും ഒരു ബൈ സൈഡിലേക്കുള്ള എൻട്രി വന്നിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എൻട്രീനെ അവോയ്ഡ് ചെയ്യാം. ഇതിനെ അവോയ്ഡ് ചെയ്തിട്ട് വീണ്ടും പ്രൈസ് പുൾ ബാക്ക് എടുക്കട്ടെ മുകളിലേക്ക്. എന്നിട്ട് അടുത്ത എൻട്രി വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴേക്കുള്ളത് അടുത്ത് എടുത്താൽ മതി. അതായത് ഈ എൻട്രി നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഇതും എടുക്കാം. ഇത് ഇവിടെ നമുക്കൊരു MTL കാണും. ആ സമയത്ത് 4 ഹവറിൻ്റെ MTL പോയി ഡയറക്റ്റ് ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് നിങ്ങൾ കുറേ കൂടിയും അഡ്വാൻസ് ആയിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോഴുള്ളൂ നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഈവൻ ഇപ്പം നമ്മൾ 15 മിനിറ്റ് അല്ല നിൽക്കുന്നത്. നമുക്ക് 4 ഹവറിൻ്റെ ഈ ഒരു MTL കണ്ടോ, ഈ മുകളിലത്തെ ഈ ഒരു MTL നമുക്ക് 15 മിനിറ്റിൽ വേണം. ഓക്കെ, 15 മിനിറ്റിൽ നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഇതുണ്ടോ, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിഡൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ കിടക്കുന്നുണ്ടോ, ഇതിൽ പോയിട്ട് ഒന്ന് ടിക്ക് ചെയ്തിട്ട് നേരെ ഇത് 4 ഹവർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുണ്ടോ, ആ 4 ഹവറിൻ്റെ MTLൻ്റെ ഏരിയ, മൊത്തത്തിലുള്ള ഏരിയ ഇവിടെ കാണിക്കും. ഓക്കെ, ഇതിപ്പം ഗ്രീൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണ്? അതിൻ്റെ റീസൺ ഇവിടെ നമുക്ക് മെയിൻ ട്രെൻഡ് പോസിറ്റീവാണ് അല്ലേ നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ബട്ട് ഇവിടെ നമ്മൾ ഓൾറെഡി 50-50 ഏരിയയിലാണ് വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഈ ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടോ ഈ ഗ്രീനായിട്ട് കാണിച്ചിരിക്കുന്നത്. സോ കൺഫ്യൂഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല ഇതിനകത്ത്. നിങ്ങൾക്ക് ജസ്റ്റ് കുറേ ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഇതിനെക്കുറിച്ച്. ഇത് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ റേഞ്ചിൽ പ്രൈസ് ടച്ച് ചെയ്ത സമയത്ത് ഈ MTLൻ്റെ ഈ ഒരു IHSD ഇത് ഇവിടെ ആയിരിക്കും ആ സമയത്ത്. ഓക്കെ, അപ്പം മുകളിലത്തെ MTLാണ് ടച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായിക്കൊണ്ട് അവിടെ നിന്ന് നമുക്കൊരു ഷോർട്ട് പൊസിഷൻ ഇനീഷ്യേറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഇവിടെ എൻട്രി വന്ന് കിടക്കുവാണ് അല്ലേ. ഇൻ കേസ് അവിടെ നിങ്ങൾ എടുക്കുന്നില്ല, നോ ഇഷ്യൂ, വിട്ടേക്കൂ. അടുത്ത സെൽ സൈഡിലേക്കുള്ള എൻട്രി ഇത് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു MS ഇതിൻ്റെ ഷിഫ്റ്റായി കിടക്കുന്നുണ്ട് കണ്ടോ. അപ്പം മൊമെൻ്റ് ഇവിടെ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്ക് എടുക്കാം. നോർമലി ഇവിടെയാണ്, ഇതാണ് ടാർഗറ്റ് വരേണ്ടത്. ഓക്കെ, അതിനു മുമ്പ് തന്നെ അടുത്ത ഒരു ബയേഴ്സ് ഇവിടെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ SL ഇങ്ങോട്ടായി, അതായത് ബയേഴ്സിൻ്റെ SL ഇങ്ങോട്ടായി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബയേഴ്സിൻ്റെ SL ഇവിടെ എഴുതി കാണിക്കും നമുക്ക്. ഓക്കെ, ഇതിൻ്റെ താഴെ എഴുതി കാണിച്ചിട്ടുള്ളത് നമുക്ക് ഈ ഒരു സാധനം നിൽക്കുന്നതുകൊണ്ട് കാണാത്തതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു മൂവ്മെൻറ്റ് നടന്നു. ഈ ബയേഴ്സിൻ്റെ ഓർഡറിനെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നു. അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര പോയിന്റ് ആണ്? 1000 സംതിങ് പോയിന്റ് ആണ് അത് വരുന്നത്. ഇതിനെ നിങ്ങൾക്ക് വീണ്ടും ചെറുതാക്കാം, വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവുക, ഇവിടെ നിന്ന് വീണ്ടും 5 മിനിറ്റിലേക്ക് പോവുക. ലേക്കിൻ പ്രോസസ്സ് സെയിം ആയിരിക്കണം, നമ്മളുടെ ഡയറക്ഷൻ സെയിം ആയിരിക്കണം. നിങ്ങൾ ഡയറക്ഷൻ ഒരിക്കലും മാറ്റരുത്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് നമുക്കൊരു ടാർഗറ്റ് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റാർ ലൈനകത്തേക്ക് പ്രൈസ് കയറുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ, അതായത് ക്ലോസിങ് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ട്രെൻഡിൽ നിന്ന് ഇറങ്ങി മാറാം. അതായത് ഇവിടെ നിന്ന് സെല്ല് വന്നില്ല, നമ്മൾ ആ ട്രെൻഡിൽ നിന്ന് ഇറങ്ങി മാറാം. ഈ സ്റ്റാർ ലൈനകത്തേക്ക് പ്രൈസ് കയറുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം നോർമലി പ്രൈസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ട്രെൻഡ് ആണെങ്കിൽ സ്റ്റാർ ലൈനിങ് റിജക്ഷൻ എടുത്തായിരിക്കും പോരുന്നത്. ആ മൊമെൻറ്റം സ്ലോ ആകുമ്പോൾ, അല്ലെങ്കിൽ ആ സെല്ലിങ്ങിനകത്തെ ആ ഒരു പവർ തീരുമ്പോഴാണ് നോർമലി സ്റ്റാർ ലൈനകത്ത് ക്ലോസിങ് തരുന്നത്. ആ സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ MS അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അവിടെ ഷിഫ്റ്റിംഗ് നടക്കും സാധാരണ. വീണ്ടും ഇത് മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞാലും നമുക്ക് വീണ്ടും എവിടെയാണ് MTL റേഞ്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഏരിയയിൽ നിന്ന് വീണ്ടും തിരിച്ചു പോരും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇറങ്ങി മാറാം. കാരണം ഇവിടെ നിന്നുള്ള പ്രോഫിറ്റ്, ഇവിടെ നിന്ന് നമ്മൾ സെല്ല് ചെയ്ത പ്രോഫിറ്റ് നമുക്ക് സ്റ്റാർ ലൈനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇറങ്ങി മാറിയിട്ട് വീണ്ടും ഈ പ്രൈസ് മുകളിലേക്ക് പോയി അവൻ അവിടെ പോയി നമ്പർ കാണിക്കട്ടെ, എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും എൻട്രി കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇതിനെ ഒരു ഫ്ലോ ആയിട്ടൊന്ന് മനസ്സിലാക്കി നോക്കിയാൽ നല്ല രസത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ എടുത്തു, സ്റ്റാർ ലൈനകത്ത് പ്രൈസ് ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ ഇറങ്ങി മാറിയേക്കോ, പിന്നെ അവിടെ നമ്മൾ ഗുസ്തി കാണിക്കേണ്ട, പ്രൈസ് പോട്ടെ. പോയിട്ട് ദേ ഇവിടെ അടുത്ത എൻട്രി തന്നിട്ടുണ്ട്. അടുത്ത എൻട്രിയിൽ നമ്മൾ പോയി കയറുക. എക്സാക്റ്റ് നമ്മുടെ എൻട്രി പോയിന്റിൽ നിന്ന് എത്ര പോയിന്റ് ആണ്? 678 പോയിന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ സാധനം തന്നെ നിങ്ങൾക്ക് വീണ്ടും താഴേക്ക് ഷിഫ്റ്റ് ചെയ്യാം.
എങ്ങോട്ട്? വീണ്ടും 5 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾക്ക് എൻട്രി കിട്ടും. ഇവിടെ എൻട്രി കിട്ടി, കണ്ടോ? ആ എൻട്രി പ്രകാരം നമുക്ക് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, കണ്ടോ? ഏകദേശം 1112 പോയിന്റ് ടാർഗറ്റ് അടിച്ചു. ഇവിടെ നിന്നുള്ള ബൈ നമ്മൾ പോകത്തില്ല, കാരണം നമ്മൾ ഓൾറെഡി നമ്മളുടെ നെഗറ്റീവ് സൈഡിലേക്കുള്ള ട്രെൻഡിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ. ഓക്കെ, 4 hours നമുക്ക് ആ ക്യാൻഡിൽ കാണിച്ചു തന്നിട്ടുണ്ട് നെഗറ്റീവ് ആണെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാ എൻട്രി നെഗറ്റീവ് സൈഡിലേക്ക് മാത്രമേ എടുക്കത്തുള്ളൂ. ഇവിടെ നിന്ന് ഈ ഒരു പുൾ ബാക്ക് പോസിറ്റീവ് പോയില്ലേ, നമ്മളിവിടെ ഇറങ്ങി മാറും. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ബൈ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ നന്നായിട്ട് എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള എൻട്രി നിങ്ങൾക്ക് കൗണ്ടർ എടുക്കാൻ പറ്റും. ഇത് കൗണ്ടറാണ്. ഓക്കെ, ഈ പ്രൈസ് നേരെ ഇവിടെ നിന്ന് കയറി പോയി കഴിഞ്ഞാലും ആ 15 മിനിറ്റിൻ്റെയോ അല്ലെങ്കിൽ 4 hourൻ്റെയൊക്കെ ഏരിയ വരെ ചെന്നിട്ട് അവിടെ തിരിച്ചു പോരും. അപ്പം ഇവിടെ നിന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു കൗണ്ടർ ട്രേഡ് ആയിട്ട് അതിനെ കണക്കാക്കാം. ഒരു നോർമലി വലിയ പ്രോബബിലിറ്റി ആ ഒരു ട്രേഡിൽ കാണത്തില്ല. ഓക്കെ, ഇനി ഇതിനെ വീണ്ടും നിങ്ങൾക്ക് ടൈം ഫ്രെയിം താഴോട്ട് ഷിഫ്റ്റ് ചെയ്യാം, 1 മിനിറ്റിൽ കൊണ്ടുവരാം. ബട്ട് ഡയറക്ഷൻ സെയിം ആയിരിക്കണം. 1 മിനിറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ 1 മിനിറ്റിൽ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫാസ്റ്റ് എൻട്രിയുടെ സിഗ്നൽ നോക്കണ്ട, അല്ലാതെ ഈ ഒരു നമ്മളുടെ നമ്മളുടെ ഇതുണ്ടല്ലോ സ്ട്രക്ചർ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇതെവിടെയാണോ നമുക്ക് നെഗറ്റീവ് ആകുന്നത് അവിടെ നിന്ന് നേരെ നമ്മൾ കയറുക, പോസിറ്റീവ് ആകുമ്പോൾ ഇറങ്ങി മാറുക. കാരണം അത് പുൾ ബാക്ക് ആണ്, വീണ്ടും മുകളിലോട്ട് പോകും. പിന്നെ അടുത്ത താഴേക്കുള്ള മൂവ്മെൻറ്റ് വരുമ്പോൾ വീണ്ടും നമ്മൾ പോയി കയറുക. അത് നോർമലി എങ്ങനെയാണോ ടാർഗറ്റ് വരുന്നത്, അതായത് ഇതിനകത്ത് കാണിക്കുമല്ലോ ടാർഗറ്റൊക്കെ, അത് നിങ്ങൾക്ക് പിടിച്ചു പോരാം. ഇതല്ലാതെ നിങ്ങൾ ഒരിക്കലും അതായത് ഇത് കണ്ട് ഇവിടെ ഇപ്പോൾ ബൈ വന്നിട്ടുണ്ട്, ഈ ബൈയിൽ പോയി കയറരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പോയി കയറി കഴിഞ്ഞാലും കുറേ ഇവിടം വരെ ചെല്ലുമായിരിക്കും. മേ ബി ഇവിടെ നിന്ന് വീണ്ടും ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് തന്നെ പോരും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്? ഇവിടെ ഇതിൻ്റെ ഹയർ ടൈം ഫ്രെയിം എല്ലാം നെഗറ്റീവായിട്ട് നിൽക്കുവാണ്, കണ്ടോ? നമ്മൾ 1 മിനിറ്റ് കണ്ടില്ല ബൈ, ആ ബൈ കയറിപ്പോയി കഴിഞ്ഞാലും യൂസ് ഇല്ല. ഇവിടെ ചെല്ലുമ്പം വീണ്ടും സ്റ്റാർ ലൈനും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നിൽപ്പുണ്ട്, നേരെ ഇടിച്ച് താഴോട്ട് വിടും ഈ ടാർഗറ്റിലേക്ക്. ഓക്കെ, സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് തന്നെയാണ് നമ്മൾ നോർമലി ചെയ്യേണ്ടത്. അപ്പം ഇതിനകത്ത് വലിയ ടെൻഷൻ ഇല്ല. അപ്പം ഞാനൊരു പുതിയൊരു ടെലഗ്രാം ചാനൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ ബിറ്റ് കോയിൻ, അതുപോലെ ഗോൾഡ്, പിന്നെ ഫോറക്സിൻ്റെ ഞാൻ നോക്കട്ടെ ഏതൊക്കെയാണ് നല്ല പെയർന്ന്. അതിൻ്റെ എല്ലാം ഈ 4 hours ഇൻഫർമേഷൻ നമുക്ക് വരുമ്പം ഓട്ടോമാറ്റിക്കലി ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ആവും. നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ഇത് ടൂള് തന്നെ സ്കാൻ ചെയ്തതിനകത്ത് വിടും. അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ്, 5 മിനിറ്റ്, 1 മിനിറ്റ്, അതിനകത്ത് 15 മിനിറ്റിൻ്റെ മെയിനായിട്ടുള്ള എൻട്രി വരുമ്പം, അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ എൻട്രി വരുമ്പം അതിനകത്ത് ഇൻഫോം ആകുന്ന രീതിയിൽ അത് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ ഇങ്ങനെ മോണിറ്റർ ഇരിക്കേണ്ട കാര്യം വരുന്നില്ല. അതാത് ഗ്രൂപ്പിൽ അതാത് ഇൻഫർമേഷൻസ് ജനറേറ്റ് ആയിട്ട് വരുമ്പം നമുക്ക് അലേർട്ട് വരും. ഇതിനകത്ത് അലേർട്ട് സെറ്റിങ്സ് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതുണ്ടോ, എൻട്രി ക്യാൻഡിലിൻ്റെയൊക്കെ അലേർട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതേ സെയിം കാര്യം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിൽ ഇവിടെ നമുക്ക് മെയ് 7-ാം തീയതി എൻട്രി വന്നു. ഇവിടെ നമ്മൾ പിന്നെ എന്നാ ചെയ്യേണ്ടത്? ചെറിയ ടൈം ഫ്രെയിമിൽ ബൈ എവിടെയൊക്കെ വരുമോ ആ ബൈക്ക് പോയി കയറുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ കൗണ്ടർ സെല്ല് കൊടുക്കാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല. കൗണ്ടർ സെല്ല് പോകുന്നതുകൊണ്ട് തെറ്റില്ല, അത് നിങ്ങൾ എക്സ്പേർട്ട് ആയി കഴിയുമ്പോൾ ചെയ്യാം. ഇത് കണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കൗണ്ടർ സെല്ല് വന്നിട്ടുണ്ട് അല്ലേ? ഈ കൗണ്ടർ സെല്ല് നിങ്ങൾക്ക് 1 മിനിറ്റിൽ നിങ്ങൾക്ക് എൻട്രി കിട്ടും, താഴോട്ടുള്ള എൻട്രി കിട്ടും. വീണ്ടും ഹൈ ടൈം ഫ്രെയിമിൽ നിന്ന് തിരിച്ചു കയറിപ്പോയി. സംഭവം മനസ്സിലായോ? അങ്ങനെയാണ് ഈ ട്രെൻഡ് വർക്ക് ആകുന്നത്. നിങ്ങൾ ഈ ട്രെൻഡിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ആ ഒരു എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ നമ്മളുടെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വീഡിയോ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഡൗട്ട് ക്ലിയർ ആവും. ഓക്കെ, പ്രീവിയസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാലും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഇങ്ങനത്തെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നൊരു സംഭവം എപ്പോഴും നമ്മളുടെ കൂടെ ആയിരിക്കും കൂടുതൽ സമയം ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന കുറേ കൂട്ടരുണ്ട്. ഓക്കെ, അവരെപ്പോഴും ഇവിടെ നിന്ന് സെല്ല് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ ഈ ട്രെൻഡിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്കുള്ള മൂവ്മെൻറ്റിലാണ് നിൽക്കേണ്ടത്. അതാണ് വലിയ മൂവ്മെൻറ്റ്. വീണ്ടും ഇവിടെ നിന്ന് സെല്ല് ചെയ്യുന്നൊരു കൂട്ടർ വരും. അതിൻ്റെ റീസണൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്രേക്ക്ഔട്ടിൽ ആൾക്കാർ വരുന്നത്, എന്തുകൊണ്ടാണ് ആ ബ്രേക്ക്ഔട്ട് ഫെയിൽ ആകുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, വീണ്ടും താഴേക്ക് അവർ വരും, നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും കയറും, ഈ ഹൈനെയും പൊട്ടിച്ചുകൊണ്ട് പുതിയ ഹൈ ഫോം ചെയ്യും. അപ്പോൾ ആ മൂവ്മെൻ്റ് ആയിരിക്കും ബൗൺസ് ബാക്ക് മൂവ്മെൻറ്റ്. ഇത് പുൾ ബാക്ക് ആണ്. ഇതേ ബിറ്റ് കോയിൻ പതിയെ വരുന്നുണ്ട്. ഇതാണ് ബയ്യേഴ്സിൻ്റെ SL ഓർഡർ കിടക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ബൈ ചെയ്ത ആൾക്കാരുടെ ഓർഡർ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇവിടെ നിന്ന് സെല്ല് ചെയ്തവരുടെ ഓർഡർ ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിപ്പം ഓവറോൾ ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് ഇവിടെ ബ്ലൂ ക്യാൻഡിൽ വന്നുകൊണ്ട് തന്നെ നമ്മൾ ഇവരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവരെ തന്നെ ടാർഗറ്റ് ചെയ്യണമെന്നില്ല. ഇതിനകത്ത് നമ്മൾ ടൈം ഫ്രെയിം ഷിഫ്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക്
വീണ്ടും ടാർഗറ്റുകൾ കിട്ടും. ഞാനിവിടെ ഒരു വര ഇടാം. ഓക്കെ, ഇനി 15 മിനിറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു SL ഓർഡർ കാണും. ഓക്കെ, ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിടക്കുന്ന SL ഓർഡർ. ഇത് ഇൻവാലിഡ് ആയതാണ്, എന്നാലും കുഴപ്പമില്ല, ഇതിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരെണ്ണമുണ്ട്, ദെൻ ഇവിടെ ഒരെണ്ണമുണ്ട്. ഓക്കെ, ഇതെല്ലാം ആക്ച്വലി ഇൻവാലിഡ് ആണ്. ഇൻ കേസ് വാലിഡ് ആണെങ്കിൽ നമുക്കിവിടെ SL ഓർഡറിന് എഴുതി കാണിക്കും. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഞാൻ പറഞ്ഞ സംഭവം കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ ഗോൾഡിൽ കാണിക്കാം. ബിറ്റ് കോയിൻ, ഗോൾഡ്, നിങ്ങൾ ഫോറക്സ് ഇതിലൊക്കെ ചെയ്യുമ്പോൾ 4 hours മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ 2 hours-ലും 1 hour-ലൊക്കെ വരാം. കാരണം 4 hours-ൽ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് എൻട്രി ചേഞ്ച് വരുന്നത്. ഇതുണ്ട്, ഇവിടെ വരുന്നത് 19 മെയ്യിലാണ്. ഇതേ സംഭവം നിങ്ങൾ 1 hour നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതായത് കുറച്ചുകൂടെ മുമ്പേ കിട്ടും. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സെയിം കൺസെപ്റ്റ് തന്നെ. ഇവിടെ കണ്ടോ, 19-ാം തീയതി നമുക്ക് എൻട്രി വന്ന് ഞാൻ ഈ ബ്ലൂ ക്യാൻഡിലിൻ്റെ മുകളിൽ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി 15 മിനിറ്റിൽ നമ്മൾ പോയി നോക്കിയാൽ, ഓക്കെ, അവിടെ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ സെല്ല് വന്നിട്ടുള്ള ഒന്നിനകത്ത് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ബൈ വന്നു, ഈ സെല്ല് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അടുത്ത ബൈ ഉണ്ടോ, നമുക്ക് എവിടെയാണ് വന്നത്, ഇവിടെയാണ് ബൈ വന്നിരിക്കുന്നത്. ആ മൂവ്മെൻറ്റ് പോയിരിക്കുന്ന പോക്ക് കണ്ടോ, ബൗൺസ് ബാക്ക് എന്ന് പറയാം ആ മൂവ്മെൻറ്റിന്. അത് കഴിഞ്ഞാൽ അടുത്തൊരു സെല്ല് വന്നു. ആ സെല്ല് നമ്മൾ നോക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ബുള്ളി സൈഡിലേക്കാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുവാണ് അല്ലേ. അടുത്ത ബൈ സൈഡിലേക്ക് വന്നു, പോയ പോക്ക് കണ്ടോ. ഓക്കെ, പിന്നെ അടുത്ത സെല്ല് നടക്കുന്നുണ്ട്, നമ്മൾ എടുക്കുന്നില്ല, വീണ്ടും ബൈ ഇപ്പോൾ പോയി അതിൻ്റെ ടാർഗറ്റ് ഹിറ്റായിട്ട് വീണ്ടും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കൗണ്ടർ ട്രേഡ് എടുക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഇങ്ങനത്തെ എൻട്രീസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 15 മിനിറ്റിനകത്തൊക്കെ ഏതെങ്കിലും സപ്ലൈ എന്നാണ് ഇത് വരുന്നതെങ്കിൽ, ഇതുണ്ട്, ഇതൊരു സപ്ലൈ ആണല്ലോ, ഈ ഒരു സപ്ലൈ എന്നാണ് വരുന്നതെങ്കിൽ ഇതുണ്ട്, ഇവിടെ നിങ്ങൾക്ക് MS തന്നിട്ടുണ്ട്, അതായത് മൊമെൻറ്റം ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അടുത്ത പുൾ ബാക്കിൽ സ്റ്റാർ ലൈനിൽ റിജക്ഷൻ കിട്ടും, നിങ്ങൾക്ക് ഇവിടെ നേരെ എടുക്കാം. ഓക്കെ, ഇവിടെ എടുത്ത് താഴേക്ക് കൊണ്ടുവരാം. താഴെ നിന്ന് പിന്നെ മെയിൻ എൻട്രി വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഡയറക്ഷനിൽ അലൈനായി പോയാൽ മതി. ഇങ്ങനത്തെ കൗണ്ടർ എടുക്കുമ്പോൾ നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അടുത്തുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ നിന്ന് എടുക്കാം. ഓക്കെ, മാക്സിമം ട്രെൻഡിൻ്റെ ഡയറക്ഷനിലേക്ക് തന്നെ പോകാൻ വേണ്ടി നോക്കുക. വീണ്ടും ഞാൻ 4 hours വന്നു, സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു ബ്ലൂ ക്യാൻഡിൽ വന്നു, ഇത്രയും മൂവ്മെൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ബൈ സൈഡ് മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു സെല്ല് വന്നു, ഇവിടെ നമ്മൾ സെൽ സൈഡ് മാത്രമേ നോക്കുന്നുള്ളൂ, വേറെ ബൈ ഒന്നും നോക്കുന്നില്ല. ഇവിടെ ബൈ വന്നു, നമ്മൾ ഫുള്ള് ബൈ സൈഡാണ് നോക്കുന്നത്. ഓക്കെ, പിന്നെ ഈ മാർക്കറ്റ് ഷിഫ്റ്റിംഗ് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, SMC റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഒന്ന് കാണുക. ഇനി ഞാൻ ഗോൾഡ്, യൂറോ, USD ഇടാം. സെയിം കൺസെപ്റ്റാണ്. 4 hours വന്നു, നമുക്കിവിടെ എൻട്രി വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, ഇത് ഇവിടെയാണ് അപ്പം SL ഓർഡർ കിടക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ ബയേഴ്സ് സ്ട്രോങ് ആണ്, സോ ഇവിടെ നിന്ന് നമ്മൾ ഇവന്മാരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഈ ക്യാൻഡിൽ ഇവിടെ ഫോം ആകുമ്പോൾ തന്നെ ഇത് വന്നു തുടങ്ങും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുമ്പോൾ നമ്മൾ ഇവരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാണ് ഈ ഒരു എൻട്രിയൊക്കെ ഈ ഒരു SL ഓർഡർ വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് സെല്ലേഴ്സിൻ്റെ ഓർഡർ ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെയിം കൺസെപ്റ്റ് തന്നെ ചെറിയ ടൈം ഫ്രെയിമിൽ വരിക. ചെറിയ ടൈം ഫ്രെയിമിൽ ബൈ എപ്പോൾ വരുന്നോ ആ സമയത്ത് നമ്മൾ ബൈ പോവുക. അതായത് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൻ്റെ മെയിൻ ട്രെൻഡ് എപ്പോഴും മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ മറ്റേ പൊട്ടക്കണറ്റിലെ തവളകൾ പോലെ എപ്പോഴും നമുക്ക് എന്താണ് വെളിയിൽ നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല ശരിക്കും. ഓക്കെ, അപ്പോൾ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ടൈം ഫ്രെയിം ഏത് വേണമെങ്കിലും മാറ്റാം നിങ്ങൾക്ക്, ബട്ട് ഡയറക്ഷൻ ഏതായിരിക്കണം, ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഡയറക്ഷനിൽ പോകുന്നതായിരിക്കും നല്ലത്. ഇനീഷ്യലി നിങ്ങൾ 4 hours ഫോക്കസ് ചെയ്യുക. ഞാൻ ടെലഗ്രാം ചാനലിലും 4 hours-ൻ്റെ അതുപോലെ തന്നെ 2 hours 1 hours ഇതിൻ്റെ മൂന്നിൻ്റെയും ഈ ബ്ലൂ ക്യാൻഡിലിൻ്റെ സിഗ്നൽ വരുന്ന രീതിയിൽ ചെയ്യാം. അതുപോലെ തന്നെ മെയിൻ ടൈം ഫ്രെയിമിൽ, അതായത് ഹയർ ടൈം ഫ്രെയിമിൽ യെല്ലോ ക്യാൻഡിൽ ഫോം ആകുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു അലേർട്ടും ചെയ്യാം. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് വന്നുകൊണ്ട് എടുക്കാൻ വേണ്ടിയല്ല, അത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം അവിടെ നിങ്ങൾ എൻട്രി എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റീനെ ജസ്റ്റ് ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പം നമുക്ക് ഏകദേശം 9:15 ഓപ്പണായി 3:30 ക്ലോസ് ആവും. ഏകദേശം എത്രയാണ്, 6-6.5 മണിക്കൂറാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഈ വലിയ ടൈം ഫ്രെയിം ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഈവൻ 1 hour ആണ് ഞാൻ പറഞ്ഞിരുന്നത്, 1 hour കൂടി യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് 15 മിനിറ്റ് യൂസ് ചെയ്താൽ മതി. 15 മിനിറ്റ് ഞാൻ ഇടാം.
15 മിനിറ്റിനകത്തെ വൺസ് ഡയറക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ വരിക, നമ്മൾ ആ ടൈം ഫ്രെയിമിൽ സെയിം ഡയറക്ഷനിൽ എൻട്രി എടുക്കുക. ഓക്കെ, ഇവിടെ നോക്കിയേ 15 മിനിറ്റിൽ നമുക്ക് ഓൾറെഡി ഇവിടെയാണ് ആ ഒരു മാർക്കറ്റ് ഷിഫ്റ്റ് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ മാർക്കറ്റ് ഷിഫ്റ്റിംഗ് കൂടെ തന്നിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ വന്നു. ദെൻ ചെറിയ ടൈം ഫ്രെയിമിൽ പോവുക. ചെറിയ ടൈം ഫ്രെയിമിൽ 3 മിനിറ്റോ 5 മിനിറ്റോ അതിലോ അല്ലെങ്കിൽ ഈവൻ 1 മിനിറ്റിൽ പോയി കഴിഞ്ഞാൽ കൂടി നമുക്ക് പ്രോപ്പറായിട്ടുള്ള എൻട്രി ഏരിയ കിട്ടും. ഈ ഒരു ഏരിയ നമുക്ക് മാറ്റാം. ഇത് 4 അവേഴ്സിൻ്റെ എം ടിയിലാണ്, നിങ്ങൾക്ക് 15 മിനിറ്റിൻ്റെ എം ടിയിലാക്കിയിട്ടേക്കണം ബാങ്ക് നിഫ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു വാല്യൂ ഓഫ് ഏരിയ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏരിയ നമുക്ക് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതേ 5 മിനിറ്റിൽ വന്നപ്പോൾ നോർമലി എം ടി എൽ ടച്ച് ചെയ്തു, ഇവിടെ എം ടി എല്ലിനകത്ത് വന്നു, ഇവിടെ എം ടി എല്ലിനകത്ത് വന്നു, ഇത് എം ടി എൽ ടച്ച് ചെയ്തു, ഇത് എം ടി എൽ ടച്ച് ചെയ്തു. ഇത് 5 മിനിറ്റിൽ ഇങ്ങനെ നോക്കുമ്പം ഈ മുകളിലത്തെ എം ടി എൽ ഉണ്ടല്ലോ, ഇത് 3 മിനിറ്റിൻ്റെ മെയിൻ എം ടി എൽ ആണ്. ഓക്കെ, 5 മിനിറ്റ് നമ്മൾ നിൽക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് വരുമ്പോഴുള്ളൂ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, വീണ്ടും ഞാൻ 15 മിനിറ്റ് വരാം. ഇത് ഇവിടെ ഒരു എൻട്രി വന്ന് എടുക്കുന്നുണ്ടോ, ഇവിടെ അത് വന്നു കഴിയുമ്പം 15 മിനിറ്റിനകത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ പുൾ ബാക്ക് കിട്ടും, നേരെ എൻട്രി ആണല്ലോ. ഇവിടെ ഒരു എൻട്രി വന്ന് കിടക്കുന്നുണ്ട്, സെയിം അല്ലേ. ഇവിടെ ഒരു എൻട്രി വന്ന് കിടപ്പുണ്ട്. നോർമലി ഇത് കിട്ടിക്കഴിയുമ്പം സെൽ എൻട്രി ആണല്ലോ. 15 മിനിറ്റ് ഇത് കിട്ടി, അപ്പം ഡയറക്ഷൻ കറക്റ്റായി. എങ്ങോട്ടാണുള്ളതെന്ന് നേരെ ചെറിയ ടൈം ഫ്രെയിമിൽ 3 മിനിറ്റോ 5 മിനിറ്റോ 1 മിനിറ്റിലോ വന്നിട്ട് ഡയറക്ഷൻ സെയിം ആയിരിക്കണം. ഡയറക്ഷൻ നിങ്ങൾ മാറ്റാനേ പോരുത്. പിന്നെ നിങ്ങൾക്ക് നമ്മളുടെ SMCയും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഈ നമ്മളുടെ ഓർഡർ ബ്ലോക്കിൽ നിന്നൊക്കെ പ്രൈസ് റിവേഴ്സായി പോകുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ കൗണ്ടർ ട്രേഡും പോസിബിൾ ആണ്. ഓക്കെ, ഇവിടെയും സെയിം ആണ്. വന്നു, അടുത്ത ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റോ 3 മിനിറ്റിലോ ഒക്കെ ഇത് പുൾ ബാക്ക് കിട്ടും. കറക്റ്റ് 3 മിനിറ്റ് കറക്റ്റ് കിട്ടും ഇവിടെ. ഓക്കെ, ഇവിടെയും സെയിം ആണ്. സെല്ല് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ദെൻ കണ്ടിന്യൂ ആയിട്ട് ആ ഒരു സെല്ലാണ് നിന്നിരിക്കുന്നത്. ഇതെല്ലാം നടക്കുന്ന കാര്യം തന്നെയാണ്. ഇതിനെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വലിയൊരു കൂടുതൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. സംഭവം വളരെ നല്ല രീതിയിലാണ് ഈ ഒരു സിസ്റ്റത്തിനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇത് നമ്മൾ മാനുവലി എടുക്കുന്ന കൺസെപ്റ്റ് അല്ല, നമ്മൾ എൻട്രി മോഡിൽ എടുക്കുന്ന വൺ ഓഫ് ദ കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇതല്ലാതെ ഇതിനകത്ത് വരുന്ന അടുത്ത മോഡുകൾ കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. എല്ലാ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.